എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാടിന്റെ പ്രേമപൂജ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ആദിത്യന്റെ ഈ മൈൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. SP രാഹുൽ ശേഖർ ആദിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആദിയുടെ പിന്നിൽ CI ശരവണൻ നിൽപ്പുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഒളിവിൽ പാർപ്പിക്കുക, പിടിക്കപ്പെട്ടപ്പോ അയാൾ ആത്മഹത്യ ചെയ്യുക, ഈ കേസൊക്കെ എങ്ങനെ അവസാനിപ്പിക്കും? രണ്ടുപേരെ ആ ഫാം ഹൗസിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാം ഹൗസിന്റെ ഉടമയെ കസ്റ്റഡിയിലെടുക്കാനുമുണ്ട്. രാഹുൽ ശേഖറിന് അതിശയമാണ് ഉണ്ടായത്. കേസ് വേണ്ടെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. സാറിന് അറിയാത്തൊരു വിവരമാണ്. പൂജയുടെയും എന്റെയും വിവാഹം രണ്ടു വീട്ടുകാരും കൂടി നിശ്ചയിച്ചു വച്ചിട്ട് കുറെ വർഷങ്ങളായി. അത്ഭുതം കൊണ്ട് രാഹുൽ ശേഖറിന്റെ മുഖം വികസിച്ചു. ഇതൊരു പുതിയ അറിവാ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ആദിത്യൻ. ആ കുട്ടി ഇയാൾക്ക് നന്നായി ചേരും. താങ്ക് യു സർ. നമ്പിടിക്ക് എങ്ങനെയോ ഈ വിവരം അറിയാം. അയാളുടെ കുറെ ഭൂമി റവന്യൂ റിക്കവറി നേരിടേണ്ടി വന്നത് സാറിന് അറിയാമല്ലോ. നമ്പിടിക്ക് പൂജയോട് തോന്നിയ പകയാണ് ഈ കിഡ്നാപ്പിന് കാരണം. അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആ രണ്ടുപേർ, അവരെ വെറുതെ വിട്ടേക്കാം. പുറത്താരും അറിയാതെ ഈ പ്രശ്നം ഇവിടെ തീരട്ടെ. നമ്പിടി ആത്മഹത്യ ചെയ്തത് അയാളെ മാത്രം സംബന്ധിച്ച എന്തോ ദുരൂഹതയായി അവശേഷിക്കട്ടെ. പൂജയ്ക്ക് സമാധാനത്തോടെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയാ എന്റെ ഈ റിക്വസ്റ്റ്. ആദിയുടെ നീക്കം എന്താണെന്ന് ശരവണന് മനസ്സിലായില്ല. ഓക്കെ, പൂജ ശ്രീനിവാസുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ. താങ്ക് യു സർ. ആദി എഴുന്നേറ്റു. ക്യാമ്പിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ശരവണൻ അസ്വസ്ഥനായി. എന്തുദ്ദേശിച്ചാണ് കേസിൽ നിന്നുള്ള സാറിന്റെ പിന്മാറ്റമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് ശരവണൻ സാറും കേട്ടതല്ലേ. ഇനി നമ്പിടിയിൽ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് നമുക്കെന്ത് നേട്ടം? അയാൾ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതായി കഴിഞ്ഞു. തീക്കോയി ജോസിനെയും ആ കിഴവനെയും വെറുതെ വിടാനാണോ ഭാവം? വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന കുട്ടിയെ എടുത്തുകൊണ്ട് പോയത് അവനാ, ആ ജോസ്. ആദി ചെറുതായൊന്നു ചിരിച്ചു. നമ്മൾ മടങ്ങുമ്പോ രണ്ടിനെയും വണ്ടിയുടെ പുറകിലെടുത്തിട്ടേക്ക്. ചെയ്ത തെറ്റിന് കിട്ടുന്ന ശിക്ഷയുടെ കാലാവധി അനുസരിച്ച് എന്തെങ്കിലും കുറ്റം കെട്ടിച്ചമച്ചകത്തിടാം. അതുപോരെ? അത് ഞാൻ ചെയ്തിരിക്കും. പക്ഷെ ചാർജ് ചെയ്ത കേസ് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യും? ഉണ്ണിയെ കണ്ടെത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ? വഴിയിൽ നിന്ന് കിട്ടിയതെന്ന് പറയാൻ പറ്റുമോ? ആദി നെടുതായിട്ടൊന്ന് നിശ്വസിച്ചു. എന്റെ മനസ്സിലുള്ളത് ഞാൻ ശരവണൻ സാറിനോട് പറയാം. ഉണ്ണിയെ പൂജയ്ക്ക് വിട്ടുകൊടുത്തിട്ട് മടങ്ങിപ്പോകാനാ എന്റെ തീരുമാനം. ശരവണൻ പകച്ചുപോയി. പെങ്ങളോടെന്തു മറുപടി പറയും? ഉണ്ണിയെ കണ്ടെത്താനായില്ലെന്ന്. ആമിച്ചച്ചിയുടെ പഴിയും ശകാരവും കേട്ട് ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചു കൊള്ളാം. പൂജ ഉണ്ണിയുമായി ഈ നാട് തന്നെ വിട്ടുപോയിക്കൊള്ളട്ടെ. നമ്പിടിയുടെ പേരിൽ കേസ് വേണ്ടെന്ന് ഞാൻ രാഹുൽ ശേഖറിനോട് ആവശ്യപ്പെടാനുള്ള കാരണം മനസ്സിലായില്ലേ? അങ്ങനൊരു കേസുണ്ടായാൽ വാർത്ത പുറത്തു വരും. ഉണ്ണിയെ കണ്ടെത്തിയതായി ആമിച്ചേച്ചി അറിയും. അത് പാടില്ല. ശരവണൻ വണ്ടി നിർത്തി. സാർ, ഇങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? ചിന്തിച്ചേ തീരൂ ശരവണൻ സാറേ. നമ്പിടി കുട്ടിയെ തട്ടിയെടുത്ത് പൂജയെ തന്റെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചത് എന്തിനാണെന്നറിയില്ലേ? ആരോടും ഒരു വാക്കുപോലും പറയാതെ അവൾ അയാളെ തേടിപ്പോകാനും തയ്യാറായി. ഫോണിലൂടെ ക്ലാരമ്മ എന്നോടെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു അമ്മയിൽ നിന്ന് അവളുടെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ആദിയുടെ കണ്ണു നിറഞ്ഞു. അവൾ അനുഭവിച്ച വേദനകൾക്കും ത്യാഗങ്ങൾക്കും ഒറ്റപ്പെടലിന് മുന്നിൽ ആമിച്ചേച്ചി ഒന്നുമല്ല. അവളുടെ മനസ്സിൽ ആളിപ്പടരുന്ന വികാരം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. എപ്പോഴും അവൾ പറയാറുള്ളത് പോലെ അവളുടെ പ്രേമപൂജ ഷാനുവിന്റെ കുഞ്ഞാണ്. ഇനിയുള്ള കാലമെങ്കിലും അവൾ സമാധാനമായി ജീവിച്ചോട്ടെ. ശരവണൻ ഒരക്ഷരം പറയാതെ ആദിയെ നോക്കി. സീറ്റിലേക്ക് ചാരി ആദി കണ്ണുകൾ അടച്ചു. നീർക്കണങ്ങൾ കവിളിലൂടെ അരിച്ചിറങ്ങുന്നത് ശരവണൻ കണ്ടു. അല്പനേരത്തെ ഇരിപ്പിന് ശേഷം ആദി കണ്ണുകൾ തുറന്നു, കവിൾ തുളച്ചു. ആ, ശരവണൻ സാറ് വണ്ടി വിട്. ഉണ്ണിയെ പൂജയുടെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നെ നമുക്ക് ഈ രാത്രി തന്നെ ബാക്കി വച്ചത് പൂർത്തിയാക്കണം. കരിങ്കല്ല് പോലുള്ള ശരവണന്റെ മനസ്സലിഞ്ഞുപോയി.
ആദി ഇപ്പോഴും പൂജയെ അഗാധമായി സ്നേഹിക്കുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. വണ്ടി മുന്നോട്ട് നീങ്ങി. ശരവണൻ സാറിന്റെ പുതിയ ഓപ്പറേഷൻ എന്തായി? ലൂയിസ് വലയിൽ വീണാലും ഇല്ലെങ്കിലും ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഇടുക്കി വിടാവൂ. അയാളെ വാഗമണ്ണിൽ എത്തിക്കുകയാണ് എന്റെ ലക്ഷ്യം. നമ്പിടിയുടെ സംസ്കാരം നാളെ ഉണ്ടാവുമെന്നാ കേൾക്കുന്നത്. നമ്പിടികളിൽ ഒരാൾ മലേഷ്യയിലാണത്രേ, ആദി പറഞ്ഞു. നമ്പിടിയുടെയും ലൂയിസിന്റെയും അടക്കം ഒരു ദിവസം തന്നെ ഉണ്ടാവണം. അതുവരെ നമ്പിടി മൊബൈൽ മോർച്ചറിയിൽ ഉറങ്ങട്ടെ. ശരവണന്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. 2 പെഗ് മദ്യം തുടരെ ലൂയിസ് കഴിച്ചു. കൈയുള്ള ബനിയനും നെഞ്ചപ്പം കയറ്റി ഉടുത്ത മുണ്ടും ധരിച്ച് അയാൾ ഹാളിൽ വിളറി പിടിച്ചു നടന്നു. ഇടയ്ക്ക് വന്ന കോളുകൾ സാബു അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്പിടിയെ കൊല്ലാൻ ആർക്കും കഴിയില്ലെന്ന് വിശ്വസിച്ചവനാ ഞാൻ. എന്നാത്തിനാ അയാൾ ഭീരുവിനെ പോലെ അത് ചെയ്തത്? ഏത് കേസിൽ നിന്നും ഈ ലൂയിസ് ഊരിക്കൊണ്ടുവരില്ലായിരുന്നോ? ലൂയിസ് പിറുപിറുത്തു. സാബു ഫോണുമായി അടുത്തേക്ക് വന്നു. ഇച്ചായ, ആ പോലീസുകാരനാ. ലൂയിസ് ഫോൺ വാങ്ങി. ഹലോ, ശരവണനാ സാറേ. പിന്നെ പുതിയ ചില നീക്കങ്ങളുണ്ട്. പറ. ആദിയും SP രാഹുൽ ശേഖറും കൂടി അല്പം മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കൂടെ ഞാനും ഉണ്ടായിരുന്നു. നമ്പിടിയുടെയും കൂട്ടരുടെയും പേരിൽ കേസൊന്നും വേണ്ടെന്ന നിലപാടില്ല ആദി. കുട്ടിയുടെ മിസ്സിംഗിൽ നമ്പിടിക്ക് ഒരു പങ്കുമില്ലെന്ന് വരുത്തി തീർക്കാനാ ആദിയുടെ തീരുമാനം. ലൂയിസ് വാ പൊളിച്ചു. അതെന്നാത്തിനാ? ആദിയുടെ മനസ്സിൽ എന്താണെന്നറിയില്ല. നമ്പിടി തന്റേതായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തു എന്നാവും വാർത്ത വരാൻ പോകുന്നത്. സത്യമാണോ ഇയാൾ പറയുന്നത്? സാറിനോട് ഞാൻ എന്തിന് കള്ളം പറയണം? സാർ SP വിളിച്ച് ചോദിച്ചാട്ടെ. ലൂയിസ് തലച്ചൊറിഞ്ഞു. കുട്ടിയെ കിട്ടിയ നിലയ്ക്ക് മടങ്ങിക്കൂടെ എന്ന് ഞാൻ ആദിയോട് ചോദിച്ചു. മടക്കം നാളെ രാവിലെ മതിയെന്നാ ആദി പറഞ്ഞത്. കണക്കുകൾ തീർന്നിട്ടില്ലെന്നൊരു ചിരിയും. എന്തോ അവന്റെ മനസ്സിലുണ്ട്. ലൂയിസിനൊരു വേവ് കയറി. സാറിലുള്ള വിശ്വാസം കൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഒരു പ്രമോഷൻ. എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രതാപൻ ഇപ്പൊ DYSPയാ. അയാൾക്ക് സല്യൂട്ട് അടിക്കേണ്ട ഗതികേടില്ല ഞാൻ. കഴിവുള്ളവന് സ്ഥാനക്കയറ്റം കിട്ടും, ലൂയിസ് ഊന്നിപ്പറഞ്ഞു. എന്റെ കഴിവ് ലൂയിസ് സാർ ഒന്ന് അംഗീകരിച്ചാ മതിയേ. സംസാരം അവസാനിച്ചു. ലൂയിസ് കൈനീട്ടിയപ്പോ സീസറിന്റെ ഒരു പെഗ് സാബു എടുത്തു കൊടുത്തു. ആദി കുട്ടിയെയും കൊണ്ട് ഇന്ന് പോകുന്നില്ലെന്ന് അവന്റെ മനസ്സിൽ വേറെ ചില ഉന്നം കൂടിയുണ്ടെന്ന്. അതിന് നമുക്കെന്നാ ഇച്ചായ? ആ പോലീസുകാരന്റെ ഇപ്പോഴത്തെ സേവ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സാബു സംശയം പ്രകടിപ്പിച്ചു. അവൻ പറഞ്ഞതൊക്കെ സത്യങ്ങളല്ലേ? ഇന്നലെ രാത്രി എന്റെ ഫോൺ ഓഫായതുകൊണ്ടാ നമ്പിടിക്ക് ജീവൻ എടുക്കേണ്ടി വന്നത്. ഒരു പ്രമോഷൻ, അതിനുള്ള സേവയാ അവൻ്റേത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മയങ്ങാൻ കിടന്ന ലൂയിസിനെ വിളിച്ചുണർത്തിയത് ശരവണന്റെ അടുത്ത കോളായിരുന്നു. സാറേ, പ്രശ്നം പിന്നെയും ഗുരുതരമായി കൊണ്ടിരിക്കുക. സാറ് സൂക്ഷിക്കണം. ആദിയുടെ അടുത്ത നീക്കം സാറിന് നേരെയാ. ലൂയിസ് എഴുന്നേറ്റിരുന്നു. ഇയാൾ എന്നതാ പറയുന്നത്? അരമണിക്കൂർ മുമ്പ് ഓനച്ചൻ എന്നൊരാൾ ഇവിടെ വന്നു. അയാൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. പൂജയാ അയാളെ ഇങ്ങോട്ട് അയച്ചത്. ഓനച്ചനോ? അവൻ എന്റെ കുക്കായിരുന്നു. എന്നതാ അവൻ പറഞ്ഞത്? അത് പിന്നെ എന്നെ കൈവിടല്ലേ സാറേ. എന്റെ ആർത്തി മൂത്ത് തൊപ്പി തെറിക്കാൻ ഇടവരരുതേ. താൻ പറയടോ. ലൂയിസ് വാക്ക് തന്ന പാലിച്ചിരിക്കും. ഉമാദത്തൻ സാറിനെ സാറും നമ്പിടിയും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് അയാൾ പറഞ്ഞു. ലൂയിസ് തുള്ളി വിറച്ചു. നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നത് അയാൾ കേട്ടുവത്രേ. ഓനച്ചൻ ഇപ്പോ പൂജാ ശ്രീനിവാസിന്റെ കൂടെയാ. എവിടെ വന്നു പറയാനും അയാൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഓനച്ചൻ ചതിച്ചു. നന്ദി കെട്ട നായ. 10 വർഷം തന്റെ ഉപ്പും ചോറും തിന്നവനാ. അവനത് പറയുമ്പോ ആദിയുടെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു? ഞാൻ മാത്രം. ലൂയിസ് വല്ലാത്ത ശ്വാസമെടുത്തു. സാറിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാ ആദിയുടെയും പൂജയുടെയും ശ്രമം. ഓനച്ചനിൽ നിന്നും കിട്ടിയ വിവരം വച്ച് തെളിവുകൾ ശേഖരിക്കാൻ ഉടൻ വാഗമണിലേക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ തെളിവ് അവൻ ശേഖരിക്കാൻ പോകുന്നത്? ഒരു കഥ കെട്ടിച്ചമച്ചിട്ട്
അവനും അവളും എന്നെ പുളുത്തും. സാറിന്റെ വാഗമണിലെ ബംഗ്ലാവിലെ ജോലിക്കാരൻ ഒരു ശാന്തപ്പൻ, പിന്നെ ലയത്തിലെ വേലുസ്വാമി, അവരെയൊക്കെ കണ്ടുപിടിക്കാനാ ആദിയുടെ ശ്രമം. ആദിയുടെ കയ്യിൽ കിട്ടിയാൽ കുറ്റം തെളിയിക്കുന്നതിൽ അവനൊരു കാലനാ. ജീവൻ സ്വാമിനാഥന്റെ കാര്യം തന്നെ ഉദാഹരണമല്ലേ? കാര്യത്തിന്റെ ഗൗരവം സാറ് മനസ്സിലാക്കണമെന്നേ ഞാൻ പറയൂ. സാർ എത്രയും വേഗം വാഗമണിന് പോകണം. അവശേഷിക്കുന്ന തെളിവുകൾ ആദിക്ക് കിട്ടരുത്. അവന്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമോ? ഉണ്ടാവും. സാർ അവിടെ എത്താമെങ്കിൽ അവസരം കണ്ടെത്തി ഞാൻ വന്ന് കാണാം. 1-2 ദിവസം വാഗമണിൽ സ്റ്റേ ചെയ്യാനാ ആദിയുടെ തീരുമാനം. ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് നിങ്ങളെ വിളിക്കാം. ശരി സാർ. സംഭാഷണം അവസാനിപ്പിച്ച് ലൂയിസ് പുറത്തേക്ക് ഓടി. സാബുവേ! സാബു അടുത്ത മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നതാ അച്ചായ? എടാ, ഉമാദത്തനെ തീർത്തത് നമ്മളാണെന്ന വിവരം ആദിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓനച്ചൻ അല്പം മുമ്പ് ചെന്ന് അവനോട് പറഞ്ഞു, ശാന്തപ്പനെയും വേലുസ്വാമിയെയും പൊക്കാൻ ആദി ഉടൻ വാഗമണിന് പുറപ്പെടുമെന്ന്. അവൻ എത്തും മുമ്പ് നമുക്കവിടെ എത്തണം. ഉടൻ പുറപ്പെടണം. ഡ്രസ്സ് മാറാൻ ലൂയിസ് മുറിയിലേക്ക് ഓടി. സ്തംഭിച്ച മട്ടിൽ സാബു നിന്നു. അമ്മയെ കാണണം. വീട്ടിൽ പോകാമെങ്കിൽ. ഉണ്ണിദത്തൻ പിന്നെയും നിർബന്ധം പിടിച്ചു. ആദി അവന്റെ അടുത്തിരുന്നു. ഇവിടത്തെ പോലീസ് സമ്മതിച്ചാലേ നമുക്ക് മടങ്ങിപ്പോകാൻ പറ്റൂ. ഇന്നുകൂടി കഴിഞ്ഞ് നാളെ രാവിലെ നമുക്ക് പോകാം. മോനെ പിടിച്ചുകൊണ്ടുവന്ന എല്ലാ കള്ളന്മാരെയും പിടിക്കണ്ടേ? ആദി അവനെ ചേർത്ത് പിടിച്ചപ്പോ ശരീരത്തിൽ ചൂട് അനുഭവപ്പെട്ടു. പനിക്കുന്നുണ്ടല്ലോ. അങ്കിൾ അമ്മയെ ഒന്ന് വിളിച്ചതാ. ഞാൻ അമ്മയോട് സംസാരിച്ചോട്ടെ. എന്നെ കാണാതെ അമ്മ സങ്കടപ്പെടുന്നുണ്ടാവും. ആദി കുഴങ്ങി. മോനെ കണ്ടെത്തിയ വിവരവും നാളെ നമ്മൾ വീട്ടിലെത്തുമെന്ന കാര്യവും അങ്കിൾ നിന്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അമ്മയോട് സംസാരിക്കണം. ഇവിടെ റേഞ്ച് ഇല്ല ഉണ്ണി. ഉണ്ടായിരുന്നെങ്കിൽ ആമി ചേച്ചി വിളിച്ച് ഞാൻ തരില്ലായിരുന്നോ? അവന്റെ മുഖത്ത് സംശയം നിഴലിച്ചു. അങ്കിൾ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. അത് വയർലെസ്സിലൂടെയല്ലേ? അവൻ വിശ്വസിച്ചെന്ന് ആദിക്ക് മനസ്സിലായി. അവൻ കട്ടിലിലേക്ക് ചാഞ്ഞു. എനിക്ക് കുളിരുന്നു. ആദി കമ്പിളി പുതപ്പെടുത്ത് അവനെ നന്നായി പുതപ്പിച്ചു കൊടുത്തു. കിടന്ന മാത്രയിൽ തന്നെ അവൻ മയങ്ങി. ആദി പുറത്തു വന്നപ്പോ ശരവണൻ ഹാളിലുണ്ട്. ശരവണൻ സാറേ, ഉണ്ണിക്ക് പനിയുടെ ലക്ഷണമുണ്ട്. അവനെയും കൊണ്ട് ഞാൻ പൂജയുടെ അടുത്തേക്ക് പോവുകയാണ്. അവൾ അവനെ ഡോക്ടറെ കാണിക്കട്ടെ. ഇനി വച്ചു താമസിപ്പിക്കാൻ പാടില്ല. തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ സാർ? ശരവണൻ പ്രതീക്ഷയുടെ ആദിയെ നോക്കി. ഇല്ല. ശരവണന്റെ മുഖത്ത് നിരാശ നിഴലിച്ചു. ഉണ്ണിയെ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പൂജ പിന്നീട് വിളിക്കാത്തത്. അവൾ പിൻവാങ്ങിക്കഴിഞ്ഞു. ഈ അവസ്ഥയിൽ നമ്മളായി വിഡ്ഢിത്തം കാട്ടരുതെന്ന ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഇത് വിഡ്ഢിത്തമല്ല ശരവണൻ സാറേ. അവൾ ഉണ്ണിയെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ ആത്മഹത്യ ചെയ്യാനാവും തീരുമാനം. ഉണ്ണിയുമായി ഞാൻ വരുന്നുണ്ടെന്ന് അവളെ അറിയിച്ചതാണല്ലോ. കാത്തിരിക്കുകയാണവൾ. കാത്തിരിപ്പിന് ഇനിയും നീളം വച്ചാൽ അവൾ നേരിട്ട് വരും. ശരവണൻ പിന്നീടൊന്നും പറഞ്ഞില്ല. ഇന്ന് വൈകിട്ട് തന്നെ ക്യാമ്പ് ഒഴിയണം. ജീവനെയും സോജനെയും കൊണ്ടുപോകാൻ ആരാണ് വരുന്നത്? SI ദിനേശനും സംഘവും. അവർ ചെറുതോണിയിലെത്തിയതായി വിവരം കിട്ടി. ജീവനെ മറ്റേ കേസുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്തിട്ടില്ല. കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് കാണണ്ടേ? അതോ തിരുവനന്തപുരത്ത് പോയിട്ട് മതിയോ? കാണാം. അറസ്റ്റ് രേഖപ്പെടുത്തി വേണം അവനെ കൊണ്ടുപോകാൻ, ആദി പറഞ്ഞു. ശരവണൻ ചെന്ന് അടച്ചിട്ട മുറി തുറന്നു. കസേരയിൽ കൈകൾ പിന്നിൽ കെട്ടിവെച്ച നിലയിൽ ഇരിക്കുകയാണ് ജീവൻ. കണ്ണുകൾ അടച്ച് തല കുമ്പിട്ടിരിക്കുന്നു. കൈകളിലെ കെട്ടഴിച്ചാൽ അവൻ മൂക്കും കുത്തി താഴെ വീണുപോകുമെന്ന് തോന്നും. ആദി കസേര വലിച്ചിട്ടിരുന്നു. ജീവൻ ഉണർന്നില്ല. ശരവണൻ കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം കയ്യിലൊഴിച്ച് ജീവന്റെ മുഖത്തടിച്ചു. ജീവൻ പതുക്കെ കണ്ണു തുറന്നു. ദയനീയമായി അവൻ ആദിയെ നോക്കി. ആദിക്ക് അവനോട് സഹതാപം തോന്നി. താനൊരു മിടുക്കനായ ഡോക്ടറല്ലേ? എന്തിനാടോ അന്യന്റെ മുതൽ മോഹിച്ച് ജീവിതം പാഴാക്കി കളഞ്ഞത്? നിന്നെ ഓർത്തെനിക്ക് വേദനയും സഹതാപവുമുണ്ട്. പക്ഷേ നീ ചെയ്തതൊന്നും പൊറുക്കാനും കഴിയുന്നില്ല. വെള്ളം
വെള്ളം. ജീവന്റെ ചുണ്ടു വിറച്ചു. ശരവണൻ അവന്റെ വായിലേക്ക് കുപ്പി തിരികെ കൊടുത്തു. മുഴുവൻ വെള്ളവും അവൻ കുടിച്ചു തീർത്തു. നിന്നോടെനിക്ക് നന്ദിയുണ്ട് ജീവ. തല്ലുകൊണ്ടിട്ടാണെങ്കിലും നീ സഹായിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ണിയെ തിരിച്ചു കിട്ടിയത്. അവനെ പൂജയ്ക്ക് വിട്ടുകൊടുക്കാനാ എന്റെ തീരുമാനം. പിന്നെ നിന്റെ ചങ്ങാതി നമ്പിടിയുണ്ടല്ലോ, പിടിക്കപ്പെടുമെന്നായപ്പോ ഒരു ബുള്ളറ്റ് കൊണ്ട് അയാൾ ജീവിതം തീർത്തു. ജീവന്റെ ചതഞ്ഞ മുഖത്ത് ഒരു ഞെട്ടൽ കണ്ടു. യെസ്, നമ്പിടി സ്വയം വെടിവെച്ചു മരിച്ചു. കേസിൽ കുടുങ്ങി നാണം കെടുമെന്ന് തോന്നിയപ്പോഴാണ് അത് ചെയ്തത്. പാപത്തിന്റെ ശമ്പളം അയാൾ സ്വയം ഒപ്പിട്ട് വാങ്ങി. ഇനി നിന്റെ ഊഴമാണ്. ആദി ജീവനെ നോക്കി ചിരിച്ചു. ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ മരിച്ചു പോവും. എന്ത് കുറ്റവും ഞാൻ ഏൽക്കാം, ജീവൻ യാചിച്ചു. ശരവണൻ പിന്നിലൂടെ വന്ന് ജീവന്റെ ഇരു ചുമലിലും അമർത്തിയൊന്ന് പിടിച്ചു. അസ്ഥികൾ നുറുങ്ങിയപ്പോ ജീവൻ പുളഞ്ഞു. നീ അങ്ങനെ ഈ രാജ്യത്ത് നടന്ന മുഴുവൻ കുറ്റങ്ങളും സ്വയം ഏൽക്കണ്ട ജീവ. ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാ മതി. അതിന് 1 കോടിയൊന്നും തരാൻ ഞങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. കുറഞ്ഞത് ഒരു തൂക്കുകയർ തരാനേ കഴിയൂ, ശരവണൻ പരിഹസിച്ചു. ജിഷ കേശവനെ നീ എന്തു ചെയ്തു? ആദി ചോദിച്ചു. ഞാൻ പറയാം. ജീവൻ അല്പനേരം നിശബ്ദനായിരുന്നു. കയ്യിൽ നിന്ന് 25 ലക്ഷം പോയത് എനിക്ക് സഹിക്കാനായില്ല. അതിനേക്കാൾ അവൾ കാണിച്ച സാമർഥ്യം എന്റെ സ്വസ്ഥത കെടുത്തി. കുറച്ചു കാലം കാത്തിരിക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു. ജീവൻ നിലത്തു നോക്കിയിരുന്നു. കാനഡയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ലീവിന് നാട്ടിൽ വന്നപ്പോൾ അവനെ വച്ച് ഞാൻ ചില നീക്കങ്ങൾ നടത്തി. പെൺകുട്ടികളെ വീഴ്ത്താൻ അവൻ മിടുക്കനായിരുന്നു. എന്താ അവന്റെ പേര്? അഖിലേഷ്. മെഡിക്കൽ റപ്പ് എന്ന പേരിൽ അവൻ അവളുമായി സൗഹൃദത്തിലായി. അവർ പ്രണയത്തിലാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വരുത്തി തീർത്തു. അവൾക്ക് അവനോട് കടുത്ത പ്രേമമായിരുന്നു. പറ. ശരവണൻ വല്ലാതെ അക്ഷമനായി. അവന്റെ അമ്മയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു എന്നൊരു കളവ് പറഞ്ഞ് ഒരു ദിവസം അവൻ അവളെ പുറത്തു കൊണ്ടുവന്നു. ശരവണൻ സാറ് അവന്റെ കയ്യിലെ കെട്ടഴിക്ക്, ആദി പറഞ്ഞത് ശരവണൻ അനുസരിച്ചു. പിന്നിലേക്ക് വളച്ചു വെച്ച കൈ ജീവൻ വളരെ ബുദ്ധിമുട്ടി തിരിച്ചെടുത്തു. അവൻ അവളെ കൊണ്ടുവന്നത് എൻ്റെ പേരൂർക്കടയിലെ വീട്ടിലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലൂയിസിനെയും അവന്റെ സഹായി സാബുവിനെയും കൊണ്ടുവന്ന ആ വീട് അല്ലേ? ആദി ചോദിച്ചു. അതെ. നീയും കാനഡക്കാരൻ സോജനും പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. മൊഴി തരുന്നത് നീ മാത്രമല്ല, ശരവണൻ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേപ്പ് ചെയ്യുമ്പോൾ കൊല്ലപ്പെടുകയായിരുന്നോ അതോ റേപ്പ് ചെയ്തിട്ട് കൊന്നതാണോ? ശരവണൻ ചോദിച്ചു. പിന്നീടാ കൊന്നത്, ജീവൻ മുഖം കുനിച്ചിരുന്നു പറഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞിട്ട്? 3 ദിവസം. പന്ന മുഴുത്ത തെറി വിളിച്ചുകൊണ്ട് ജീവന്റെ തല കക്ഷത്ത് കയറ്റി ശരവണൻ കൈമുട്ടുമടക്കി മുതുകിൽ 2 തവണ പ്രഹരിച്ചു. 3 ദിവസം, 3 പേര്. നിന്നെ ഞാൻ കൊല്ലുമിട പട്ടി. ആ, അവനെ വിട് ശരവണൻ സാറേ, ആദി ആവശ്യപ്പെട്ടു. ശരവണൻ ശവം പോലെയായ ജീവന്റെ ശരീരം കസേരയിലേക്കിട്ടു. കലിയടങ്ങാതെ അയാൾ നിലത്താഞ്ഞു ചവിട്ടി. ആരാ അവളെ കൊന്നത്? ആദി ചോദിച്ചു. അഖിലേഷും ഞാനും കൂടിയാ. ബോഡി എന്ത് ചെയ്തു? സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തി. രാത്രി സോജന അത് ചെയ്തത്. നിനക്കിപ്പോ പശ്ചാത്താപം തോന്നുന്നുണ്ടോ ജീവ? ആദി അവന്റെ മുഖം പിടിച്ചുയർത്തി. ഉണ്ട്. ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ജീവിതം നശിച്ച വേദന മാത്രമല്ല, എന്റെ പപ്പ, എല്ലാവരും അറിയണ ഡോക്ടറായ എന്റെ പപ്പ, ഡോക്ടർ സ്വാമിനാഥൻ, എത്രയോ ജീവനുകൾ പപ്പ രക്ഷിച്ചിട്ടുണ്ട്. എത്രയോ സാധാരണക്കാരും VIP-കളും എന്റെ പപ്പയുടെ പേഷ്യൻസ് ആണ്. എന്റെ മമ്മി ഒരു പാവമാണ്. എല്ലാം അസ്തമിച്ചു. ഞാനായി എന്റെ പപ്പയുടെ യശസ് കെടുത്തി. മമ്മിക്ക് തോരാത്ത കണ്ണീർ സമ്മാനിച്ചു. ജീവൻ വിങ്ങിക്കരഞ്ഞു. പണത്തിന്റെ ഹുങ്കിൽ പാവം പെമ്പിള്ളാരുടെ മാനം ചവിട്ടി അരയ്ക്കുമ്പോ ഇങ്ങനെയും ഒരു ദിവസം ഉണ്ടാകുമെന്ന് നീയൊന്നും ഓർത്തില്ലടാ. അവന്റെ ഒരു പപ്പയും മമ്മിയും പോലും. പൊന്ന മോനെ, നീയൊക്കെ ചവിട്ടിയരയ്ക്കുന്ന പെമ്പിള്ളാരുടെ വീട്ടിലെ തന്തയുടെയും തള്ളയുടെയും കണ്ണീരിന് ഒരു വിലയുമില്ലേടാ, ശരവണൻ അട്ടഹസിച്ചു.
നിന്നെ വഴിതെറ്റിച്ചതിൽ ഒരു പങ്ക് നിന്റെ പപ്പയ്ക്കുമുണ്ട് ജീവ. ശ്രീനിവാസിന്റെ സ്വത്തിൽ തന്നെയായിരുന്നു നിന്റെ പപ്പയുടെയും കണ്ണ്. മകനകത്തും പപ്പ പുറത്തും ശിക്ഷ അനുഭവിച്ചേ തീരൂ. മമ്മിയുടേത് അവരുടെ വിധി. നല്ല മക്കൾ വയറ്റിൽ പിറക്കാൻ മുജ്ജന്മ സുഹൃതം നേടണം. ആദി എഴുന്നേറ്റു. ഒരു പോലീസുകാരൻ അകത്തേക്ക് വന്നു. സർ, അവർ എത്തിയിട്ടുണ്ട്. ശരവണനും പോലീസുകാരനും പുറത്തേക്ക് പോയി. നിന്നെ കാണാനില്ലെന്ന പരാതി കമ്മീഷണർക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ പപ്പ പോലീസിൽ കൊടുത്തതാണ്. കോട്ടയത്തും കൊണ്ടുപിടിച്ച അന്വേഷണം നടക്കുന്നുണ്ട്. നിന്നെ കൊണ്ടുപോകാൻ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്താണ് നിന്നെയും സോജനെയും കൊണ്ടുപോകുന്നത്. ചെയ്ത കുറ്റം ഞാൻ ഏൽക്കും. നിനക്കും ജിഷ കേശവൻ എന്ന നഴ്സിനും സംഭവിച്ചത് പണത്തോടുള്ള ആർത്തിയായിരുന്നു. നിങ്ങളെ വെച്ച് നോക്കുമ്പോ തീക്കോയ് ജോസൊന്നും ക്രിമിനലുകളെ അല്ല. ശരവണനും പോലീസ് സംഘവും അകത്തേക്ക് പ്രവേശിച്ചു. ആദി പുറത്തു വന്നിട്ട് ഒന്നും നിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.